ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസിനെ കുറിച്ചാണ്. ഈ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള കടന്നുകയറ്റം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ കുടുംബങ്ങൾ മുമ്പ് ഇരുന്നതിനേക്കാൾ കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നുള്ള ഒരു ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. 2025 മെയ് 31 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ബാങ്ക് നിക്ഷേപത്തിൻ്റെ 31% വരെ രാജ്യത്തെ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആസ്തിയായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യത്ത് വളരെ വലിയ രീതിയിൽ ഒരു ക്രൈസിസ് ഉണ്ടാവുക എന്ന് പറയുന്നത് കോവിഡാണ്. COVID-19 സമയത്ത് ഇന്ത്യയിലെ ഓഹരി വിപണി കൂപ്പുകുത്തുകയുണ്ടായി, ഇന്ത്യയിൽ ലോക്ക്ഡൗൺ വരികയുണ്ടായി, ആളുകൾക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ രാജ്യം വലിയ രീതിയിലുള്ള ക്രൈസിസിലേക്ക് വരികയുണ്ടായി. ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മൂലധനം ഇല്ലാത്ത ആളുകൾക്ക് വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. മൂലധനം ഉള്ള ആളുകൾ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നാലും അവരുടെ ആ പലിശ കൃത്യമായിട്ട് കിട്ടുകയുണ്ടായി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ താഴേക്ക് വരികയും അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ 2015 സാമ്പത്തിക വർഷത്തിൻ്റെ ബാങ്ക് നിക്ഷേപത്തിൻ്റെ 13% മാത്രമായിരുന്നു മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആസ്തി. 2017 16%, 2021 നോക്കുകയാണെങ്കിൽ 21%. 2025 സാമ്പത്തിക വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ 29%ത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇക്വിറ്റി നിക്ഷേപങ്ങളിലേക്കാണ് കോവിഡിന് ശേഷം ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2025 മെയ്യിലെ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ആസ്തി എന്ന് പറയുന്നത് 72.2 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം മാത്രമായിട്ട് 13.3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് ആസ്തി മെയ്യിലെ കണക്ക് പ്രകാരം 91,300 കോടി രൂപയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് ബാങ്ക് നിക്ഷേപത്തിനേക്കാൾ കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോവിഡിന് ശേഷമുള്ള മാർക്കറ്റിൻ്റെ ഒരു ഡൗണിന് ശേഷമുള്ള ഒരു തിരിച്ച് കയറ്റത്തിലാണ് ആളുകൾ ഇത് രീതിയിൽ ഒരു നമുക്ക് ലാഭം തരാൻ കഴിയുന്ന മേഖല തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ ഒരു സ്വയം തൊഴിലായിട്ട്, അല്ലെങ്കിൽ അതിന് ട്രേഡിംഗ് ആയിട്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന രീതിയിലൊക്കെ വളരെ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ക്ലാസ്സുകൾ, അതുപോലെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഒരു ബിസിനസ്സായിട്ട്, ഒരു ജോലിയായിട്ട് ഇതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം മ്യൂച്വൽ ഫണ്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പ്രമുഖ ബാങ്കറായിട്ടുള്ള കൊടാക് സെക്യൂരിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള ഉദയ് കൊട്ടക് മ്യൂച്വൽ ഫണ്ടിൻ്റെ AUM കണക്ക് വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ എക്സിൽ ഒരു കുറിപ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇന്ത്യയിലെ പണം സ്വരുക്കൂട്ടിയിരിക്കുന്നവർ നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. കോവിഡിന് ശേഷമുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ AUM ഇരട്ടിയോളം വർദ്ധിച്ച് ബാങ്ക് നിക്ഷേപത്തിൻ്റെ 31%. സാമ്പത്തിക ഇടപാടുകളിലെ ഘടനാപരമായ മാറ്റത്തെ പ്രതിഫലിക്കുന്നതാണ് ഇതെന്നാണ് കൊടാക്കിൻ്റെ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. ഇത് ആഭ്യന്തര മൂലധനത്തിൻ്റെ റിസ്ക് വളർത്തുകയും ഇക്വിറ്റി സംസ്കാരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അമിതമായ ആവേശത്തെക്കുറിച്ച് നമുക്ക് ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. രാജ്യത്തെ മൊത്തം മ്യൂച്വൽ ഫണ്ട് ഉപഭോക്താക്കളുടെ മെയ് വരെയുള്ള കാലയളവിൽ 5.4 കോടിയാണ്. മുൻവർഷത്തേക്കാൾ 90 ലക്ഷത്തിന് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP വഴിയുള്ള നിക്ഷേപം മെയ്യിൽ മാത്രം 0.21% ഉയർന്നിട്ടുണ്ട്.